വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുന്നു. ഇതിപ്പോൾ തെങ്കാശി, ഓൾഡ് കുറ്റാലം ടു തെങ്കാശി റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പാവനാശത്തിലേക്ക്. അപ്പോൾ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ റോഡിൽ പല പല കാഴ്ചകളാണ്. ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഇപ്പോൾ അടുത്ത കണ്ട എന്താ അറിയോ, കുറച്ച് പൈനാപ്പിൾ, ചെറിയ ചെറിയ പൈനാപ്പിൾസ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു. നോക്കട്ടെ, കൂറിട്ട് വെച്ചിരിക്കുന്നു. സമ്മർ ആകുമ്പോൾ ഫ്രൂട്ട്സിൻ്റെ സർപ്ലസ് ആണല്ലോ. തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ എന്താ പറയുക, പനയുടെ ബൈ പ്രോഡക്ട്സ് ഇഷ്ടം പോലെ, നൊങ്ക്, പിന്നെന്താ അതിനകത്തുള്ള പൊങ്ങ്, പിന്നെ നനകിഴങ്ങ്, അത് പനങ്കിഴങ്ങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇത് നോക്കിയാൽ കുറേ കൂറ് വെച്ച്. എന്നാ വില? 100 രൂപ. ഒരു കൂറ് 100 രൂപ, അത്രേ ഉള്ളൂ. ഓക്കെ, 5 എണ്ണം വെച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു കൂറിന് 100 രൂപ, ജസ്റ്റ് 100 റുപ്പീസ് ഉള്ളി. വലുതാണെങ്കിൽ 2 എണ്ണേ ഉള്ളൂ, ചെറുതാണെങ്കിൽ 5, അങ്ങനെ. ഓക്കെ, ഇതിൽ എങ്ങനെ അറിയും ഏതാ നല്ലതെന്ന്? എപ്പടി തെരിയും നല്ലത് ഏത്? മധുര അല്ല, സ്വീറ്റ് കുറച്ച് നല്ല സ്വീറ്റ്. അതെല്ലാം ഒരുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാ? ഓഹോ, അത് നമ്മൾ നാട്ടിൽ ഒന്ന് വാങ്ങിയത്. ഓക്കെ, എന്നാൽ ഏതെങ്കിലും എടുത്തു തരും. ഓക്കെ, ഇതെപ്പോഴും മിക്സ് ആൻഡ് മാച്ച് ആയിരിക്കും. 2 എണ്ണം നല്ലത്, 2 എണ്ണം കുറച്ചുകൂടെ ബെറ്റർ, അങ്ങനെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. സ്വാഭാവികം, നമുക്ക് തിരയാനൊന്നും പറ്റും, തിരഞ്ഞ് മാറ്റാൻ പറ്റില്ല. അത് പഴുക്കാൻ അതെടുക്കണം. എല്ലാം പഴുത്തയാണ്. ആണോ? അത് ഓക്കെ, ഒരെണ്ണം സാമ്പിളും കൂടി ചെയ്യാം അല്ലേ? ഓക്കെ, ഒരു പൈനാപ്പിൾ സാമ്പിൾ കൂടി തരുമോ? ഇപ്പം കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ പറയാം. ഇതെല്ലാം ഒരുപോലെ ആയിരിക്കും അല്ലേ? ഈ കാണുന്ന പോലെയാണ് എല്ലാം അല്ലേ? ഇത് വലിയ പീസാണല്ലോ. മധുരമുണ്ട്. ഇവർ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും ഉപ്പും വേണമെന്നുള്ളവർക്ക് അത് കൊടുക്കും. ഇങ്ങനെ ഒരു പാക്കറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് വാങ്ങിക്കുക പൈസ? അത് വേണമെങ്കിൽ അതുകൊണ്ട് മേടിക്കാം, നമുക്ക് കഴിക്കാം. ഇത് വീട്ടിൽ പോയിട്ടല്ലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് അതൊരെണ്ണം എടുത്തോളൂ. വിത്ത് ആ പൊടിയും കൂടെ തന്നെ, മുളക് പൊടിയും ഉപ്പും. കാറിലിരുന്ന് കഴിക്കാമല്ലോ, കാറ് നിറച്ച് സാധനങ്ങളായി കഴിഞ്ഞു. ഒന്നൊന്നര വെയിലാണല്ലോ ദൈവമേ, നല്ല വെയില. പക്ഷേ ഈ ബ്യൂട്ടിഫുൾ സീനറി കണ്ടാൽ എങ്ങനെ നിൽക്കാതിരിക്കും? നോക്കിയേ, ഇതിങ്ങനെ നോക്കത്താ ദൂരത്ത് 2 സൈഡിലും നെൽപ്പാടങ്ങളുടെ ഇതൊക്കെ നോക്കി. ഇവിടെ കൊയ്തെടുക്കാനുള്ള ഭാഗത്തിന് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുക. നല്ല പഴുത്ത് കിടക്കുന്നു. വാവ്, നെല്ലൊക്കെ എന്താ ഭംഗി. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടല്ലോ, ഇങ്ങനെ, അതായത് എത്രയോ ഏരിയയാണ് ഇങ്ങനെ വളരെ വിശാലമായിട്ട് നിരപ്പായിട്ട് കിടക്കുകയാണ്. എല്ലാം നെൽപ്പാടങ്ങളാണ്. ചുറ്റോട് ചുറ്റും വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മലനിരകളും കാണാം. നല്ല രസമല്ലേ, ഒരു ബോർഡർ മാതിരി. സച്ച് എ ബ്യൂട്ടിഫുൾ സീൻ. ഇതിൻ്റെ നടുക്ക് കൂടിയാണ് റോഡ് പോകുന്നത്. ഇത് ചെങ്കോട്ട തിരുനെൽവേലി പോകുന്ന റൂട്ടാണ്. ഇപ്പോൾ ഇനി ഒരു 7-8 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ പാവനാശം എത്തും. അപ്പോൾ ഹൈവേയിൽ കൂടെ പോകാണ്ട് ചെങ്കോട്ട വഴി തിരുനെൽവേലി പോവുകയാണെങ്കിൽ ഈ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ആക്ച്വലി പറഞ്ഞാൽ ഹൈവേയിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഫാസ്റ്റായിട്ട് ഡെസ്റ്റിനേഷൻ, എവിടെയാണ് ഡെസ്റ്റിനേഷൻ അവിടെ എത്തും. അത് ഷോർട്ട് കട്ട് പോലെയാണ്. ഹൈവേയിൽ വേറെ ഒന്നും തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. അതങ്ങനെയാണ്. റോഡ്സ് നല്ല 4 വരിപ്പാത 6 വരിപ്പാതയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് റോഡ് സിംഗിൾ റോഡ്സ് ആയിരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല റോഡാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുടുക്കൊക്കെ ഉണ്ടാവും ചില ഏരിയയിൽ പോകുമ്പോൾ. കാഴ്ചകൾ കണ്ട് ഡെസ്റ്റിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് യാത്ര ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള റൂട്ട്സാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് നടക്കുന്ന പാടങ്ങളാണ്. ഇനി ചുമ്മാ നടക്കാൻ തോന്നില്ലേ? നട്ടുച്ച സമയമാണ്. ഇപ്പോൾ സമയം 2 മണിയാ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ നമുക്ക് ഇത്രയും ഭംഗി തോന്നണമെങ്കിൽ എന്തായിരിക്കും? വെയിലാണെങ്കിലും കുഴപ്പമില്ല, വെയിൽ കൊള്ളാൻ ഞാൻ തയ്യാറാണിപ്പോൾ. എൻ്റെ സാരിയും ഈ നെൽപ്പാടവും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സെയിം അല്ലേ? സെയിം പിഞ്ച്. നെല്ല് വിചാരിക്കുകയാണ്, ഓ എൻ്റെ കളർ കോപ്പി അടിച്ച ഒരാൾ വന്നിരിക്കുന്നു. സോറി നെല്ലേ. വാവ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തണൽ വൃക്ഷവും
ഇതെല്ലാം പഴുത്ത് കിടക്കുക കേട്ടോ. സ്വർണ്ണ നിറമാണ് ആക്ച്വലി പറഞ്ഞത്. നെല്ലെല്ലാം സ്വർണ്ണ നിറം. ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരുന്നത്. ഇതെല്ലാം തന്നെ. ഇത് ഏത് അരിയാണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അവിടെ ദേ കൊയ്ത്ത് നടക്കുന്നു. നമുക്ക് ട്രാക്ടർ വരും. നോക്കിയാൽ അവിടെ കുറച്ച് ദൂരെ നെല്ലൊക്കെ ആയിട്ട് നോക്കിയേ. ഒരു ട്രാക്ടറിൽ നെല്ല് നിറച്ച് കൊണ്ടുവരുന്നത്. ഇത് നെൽപ്പാടങ്ങളാണ്. ഇവിടെ ആ ഭാഗത്ത് കൊയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ട്രാക്ടേഴ്സിൽ നിറച്ച് കൊണ്ടുപോവാണ്. ഇത് ഈ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇത് തെങ്കാശി കഴിഞ്ഞിട്ട് ഇത് ചെങ്കോട്ട തിരുനെൽവേലി റൂട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, നിയർ പാപനാശം. വാവ്, ആ ചേട്ടൻ നോക്കിയേ. വാവ്, അടിപൊളി. ഇതേ നിറയെ ഒരു ട്രാക്ടർ നിറച്ച് നെല്ലുമായിട്ട് പോകുന്ന നോക്കുമോ ചേട്ടൻ. അടിപൊളി. ഈ റോഡിലൂടെയാണ്, ഈ ട്രാക്ടറിലാണ് സംഗതികൾ കൊണ്ടുപോകുന്നത്. അതായത് ഈ നെല്ലൊക്കെ കൊയ്തിട്ട് ആ ഭാഗത്ത് ഇപ്പോൾ എല്ലാം മെഷീനാണല്ലോ ചെയ്യുന്നത്, മെക്കനൈസ്ഡ് ആണ്. അവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് ആ ഭാഗത്താണ് നടക്കുന്നത്. നെല്ലൊക്കെ പ്രോസസ്സ്, നെല്ല് ആ കതിരിൽ നിന്ന് മാറ്റി നെല്ലാക്കി ഫിനിഷ്ഡ് ഫോമിൽ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ട്രാക്ടേഴ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതാണ് നടക്കുന്നത്. അയ്യോ, ബട്ടർഫ്ലൈസ്, സോ മെനി ബട്ടർഫ്ലൈസ് ഹിയർ. സച്ച് എ പീസ്ഫുൾ ഫീൽ അല്ലേ. ഇവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്താ എനിക്ക് പറയാനറിയില്ല. എന്താണ് ഇവിടുത്തെ നമുക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷം, സമാധാനം. അപ്പോൾ ഈ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് നട്ടുച്ച വെയിലത്താണെങ്കിലും കണ്ട് ആസ്വദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത് മനസ്സിന്? എന്താ ഒരു ഫീൽ എന്താണെന്ന് ചോദിച്ചാൽ സന്തോഷം, സമാധാനം. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ. നമ്മൾ എന്തിൻ്റെ പറയലും റഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് ടെൻഷൻസ്, നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരിക്കും എല്ലാവരും. പിന്നെന്താ പറയുക, പ്രാരബ്ധങ്ങൾ, കമ്മിറ്റ്മെൻറ്റ്സ്, ഒരുപാട് ചെയ്തു തീർക്കാനുള്ള ജോലികൾ. അതിനിടയ്ക്ക് കുറച്ച് സമയമെങ്കിലും നമ്മൾ റിലാക്സ് ചെയ്യണ്ടേ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരും. നേച്ചർ ഈസ് കോളിംഗ് എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇതിലും മനോഹരമായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇവിടെ വെയിലാണെങ്കിലും കാറ്റുണ്ട്, നല്ല രസമാണ്. കംപ്ലീറ്റ് ഇതൊരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആട്ടോ. ചുറ്റും മലനിരകളും വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ഈ നെൽശേഖരം, അതായത് പാടശേഖരങ്ങൾ, കുട്ടികൾ പറക്കുന്നു. എന്താ അറിയോ, കുറച്ച് നെല്ലിൻ്റെ പ്രോസസ്സിങ് അവിടെ നടക്കില്ല. അവിടെ ഒരുപാട് കിട്ടും അവർക്ക് കഴിക്കാനായിട്ട്. അവർ കഴിക്കാനായിട്ടൊക്കെ ആ ഭാഗത്ത് പോയിട്ട് വരുന്ന. ഈ റോഡ് വളരെ ബിസി റോഡാണ്. കാര്യം ഇത് ചെങ്കോട്ട റൂട്ടാണല്ലോ. ചെങ്കോട്ട ടു തിരുനെൽവേലി. വാഹനങ്ങൾ കേരളത്തിൽ നിന്നുള്ള വാഹനം തന്നെ ഏറ്റവും കൂടുതൽ പോണേ. ഓക്കെ, ഒന്ന് കറങ്ങാൻ അറിയാം. സൂപ്രണ്ടാണ്. നമസ്കാരം. ഓക്കെ, ഒരു ഗ്രൂപ്പായിട്ട് വന്നതാണ് അല്ലേ പറയാൻ? ഓക്കെ, നൈസ്. ഒരാളുടെ തല പോയി. അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതുവഴി പാസ് ചെയ്ത് പോയ ഇറങ്ങി. ഞാനിങ്ങനെ റോഡിൽ നിൽക്കുന്ന കണ്ടിട്ട് വന്ന കേട്ടോ. അവരെല്ലാം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും ഞാൻ പോകുന്ന റൂട്ടിലേക്ക് തന്നെ പോകണം. അഗസ്ത്യാർ ഫോൾസ് ആൻഡ് പാപനാശം. അവിടെ വെള്ളമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അവരും അങ്ങോട്ട് തന്നെ പോകുന്നത്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കറങ്ങി ഇപ്പോൾ കലക്കാട് മുണ്ടൻതുറൈ ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരു എൻട്രൻസ് ഫീ ഉണ്ട്. അവിടെ ബ്യൂട്ടിഫുൾ ക്ഷേത്രം നോക്കി, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടെമ്പിൾ കാണാം, പാപനാശം ടെമ്പിൾ, അതിൻ്റെ ഗോപുരം കാണാം. ഓക്കെ, നമുക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങാം. ഇതിപ്പോൾ ഇങ്ങനൊരു ഹൈ റേഞ്ചിൽ കയറി പോകുന്ന പോലെ പോവുകയാണ്. താഴെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. പക്ഷേ ആ ഫോറസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഭാഗമല്ല. അവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ടിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്തില്ല. ഇനി അടുത്തൊരു കൗണ്ടറും കൂടി ഉണ്ടെന്ന് പറയും, നമുക്ക് നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഫോറസ്റ്റിനകത്തൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ പ്രസൻസ് കാണാം നമുക്ക്. വെൻസ്റ്റോക്ക് വഴി വെള്ളം പോകുന്ന ഏരിയ. ഇത് മഴക്കാലമാണെങ്കിൽ ഈ ഈ പാറയിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അവിടെ ടെമ്പിളുണ്ട്. ഓക്കെ, ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുവഴി എല്ലാം സഞ്ചരിച്ചിട്ടുള്ള സ്ഥലമാണ്. ഇതൊരു വലിയൊരു വനമാണ്. ദാറ്റ് ഈസ് ടൈഗർ റിസർവ് ഫോറസ്റ്റ്, വൺ ഓഫ് ദ ബിഗസ്റ്റ് ആണ് ഇവിടെ ഈ ഭാഗത്ത്. അതായത് നമ്മുടെ കേരളത്തിലെ ടൈഗർ റിസർവ് ഫോറസ്റ്റുമായിട്ട് കണക്റ്റഡ് ആണിത്. അഗസ്ത്യാർ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് താഴേക്കാണ് പോകുന്നത്. 1 കിലോമീറ്റർ താഴേക്ക് പോകുന്നത്. വലിയൊരു പവർ പ്രോജക്റ്റ് താഴെ നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇലക്ട്രിസിറ്റി ഉൽപ്പാദനമാണല്ലോ പ്രധാനം. ടൈഗർ റിസർവ് ആണ്. സൈറ്റിംഗ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു മാനിൻ്റെയാണ്. അയ്യോ, അത് പേടിച്ചു. പക്ഷേ അത് പേപ്പർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് കരിയിലയും പേപ്പറും കൂടെ മിക്സായി കിടക്കുകയാണ്. അത് അവന് ഭയങ്കര ദോഷമല്ലേ. ഒരിക്കലും നമ്മൾ പൊള്യൂട്ട് ചെയ്തതെന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ഇടുക, അത് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ഷീറ്റ്സൊക്കെ അവിടെ കൂടെ കാണുന്നുണ്ട്, പേപ്പേഴ്സ്, കവർ. പാവപ്പെട്ട മാനെല്ലാം കഴിച്ചാൽ അതിൻ്റെ വയറിന് അസുഖം, അത് മരിച്ചു പോകും. ഇത് വളരെ യാദൃശ്യമായിട്ട് കണ്ടാണ് ഓൺ ദ വഴി. നമ്മളിപ്പോൾ അഗസ്ത്യാർ ഫോൾസിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്.
അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കലക്കാട് മുണ്ടൻതുറൈ എന്ന് പറയുന്ന ടൈഗർ റിസർവ് ഫോറസ്റ്റ്. അയ്യോ കുരങ്ങന്മാരോ, ഫുൾ ഫാമിലി റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, റോഡിൻ്റെ നടുക്കത്തി. എല്ലാ മരത്തിലും ഇത് തന്നെയാണ് കേട്ടോ. വരുന്നു അവിടെ നിന്ന് വിടുന്നു. ഇത് സാധാ കുരങ്ങാണ്, ഇത് ഡിഫറെൻ്റ് ആണല്ലോ. ഇത് കണ്ടല്ലോ, വഴിയെ മാറാനൊക്കെ ഇരിക്കുന്നു നോക്കിയേ. ദൈവമേ അറ്റാക്കോ ഇല്ലാന്ന് തോന്നുന്നു. വളരെ കാര്യമായിട്ട് വാലെല്ലാം ഇങ്ങനെ നീട്ടി സെൻറ്ററിൽ ഇരിക്കുകയാണെങ്കിൽ ആർക്കും പോകണ്ടെന്നാണ് പറയുന്നത്. കുരങ്ങന്മാരെല്ലാം വരിയായിട്ടിരിക്കുന്നു. സാധാരണ കുരങ്ങല്ല, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മങ്കീസ്. നോക്കി എന്ത് രസമാണ്. ആൾക്കാർ വഴി മാറില്ല എന്ന് തന്നെ പറയുന്നത്. മാറാൻ സമ്മതിക്കാതിരിക്കുകയാണ്. അപ്പോൾ വാഹനം എങ്ങനെ പോകും? അവൻ്റെ മറ്റേ ആൾ വന്നപ്പോൾ മാറുന്നുണ്ട്, ചെറിയ മങ്കി വന്നപ്പോൾ മാറിക്കൊടുക്കുന്നു. കുടുംബ സമ്മേളനം പോലെ എല്ലാവരും സെൻട്രായിട്ടില്ല. അത് നോക്കി പേനൊക്കെ കൊന്നു കൊടുക്കുന്നു എൻ്റെ ദേഹത്തിന്, ചെള്ളൊക്കെ എടുത്തു കൊടുക്കും. ഇരിക്കുന്ന നോക്കി. എൻ്റെ ദൈവമേ, അവർക്ക് ദേഷ്യം വന്നുമില്ല, അറ്റാക്ക് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിലൊന്നു കറി കയറല്ലേ. വഴി ക്ലിയറായി. വേറൊരു വാഹനം വന്നപ്പോൾ ഇവർ ക്ലിയർ ചെയ്ത് കൊടുത്തു. ശാന്തമാണ് കാര്യങ്ങൾ. ഇത് നോക്കേ, അവരുടെ ഫുൾ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. പെട്ടെന്ന് കയറാം. ഓക്കെ. അപ്പോൾ അഗസ്ത്യാർ ഫോൾസിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഇതൊരു ക്ഷേത്രമാണിത്, ഒരു ടെമ്പിളുണ്ട്. ഒരു സ്ഥലത്തും തമിഴ് ബോർഡല്ലാതെ ഒരു ഇംഗ്ലീഷ് ബോർഡോ വേറെ ഒന്നുമില്ല, നമുക്കറിയാൻ പറ്റില്ല. ഇത് തന്നെ, ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ്. ഇനി ഇവിടുന്ന് ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ടല്ലോ, നമ്മൾ നടന്ന് പോകണം ഫോൾസിൻ്റെ ഭാഗത്തേക്ക്. ഒരു 100 മീറ്റേഴ്സ് നടക്കണമെന്ന് പറഞ്ഞു. ഇനി കുറച്ച് നടക്കാം. യെസ്, ഫോറസ്റ്റ് റേഞ്ചിനകത്ത് പെർമിറ്റഡ് ലിമിറ്റ്സ്. പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കാൻ പഠിച്ചു നടക്കുന്നു മങ്കീസ്. അഗസ്ത്യാർ ഫോൾസിലേക്കുള്ള എൻട്രൻസ് പോയിൻ്റാണ്. വെള്ളം ഉണ്ടെന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർ കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു 100 മീറ്റർ നടക്കാമെന്നേ പറഞ്ഞു. തൊട്ട് താഴെയാണ്. ഇപ്പോൾ ഏറ്റവും വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയമാണ്, കാര്യം വേനൽക്കാലമാണ്. അപ്പോൾ മഴക്കാലവും അത് കഴിഞ്ഞുള്ള സമയമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭയങ്കര രസമായിരിക്കും. ഇപ്പോഴും നിറയെ ടൂറിസ്റ്റ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ ഒക്കെ സ്പോട്ടിങ് സംഭവിക്കല്ലേ. ടൈഗർ നമ്മളെ കണ്ടാലും നമുക്ക് അവനെ കാണാൻ പറ്റില്ല. ടൈഗർ ഇസ് എ ഷൈ ആനിമൽ. ഓക്കെ, ഇത് രണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലേഡീസിന് അപ്പുറത്തെ സൈഡ്, ജെൻസിന് ഈ സൈഡ്. ഈ സമയത്ത് പോലും ഇത്രയും വെള്ളമുണ്ട് ഈ ഫോൾസിൽ. ഇത് സീൻ അടിപൊളിയല്ലേ? കാട്ടിൻ്റെ നടുക്കൊരു വെള്ളച്ചാട്ടം, അതിൽ കുറേ ആൾക്കാർ ഫ്രീ ആയിട്ട് നിന്ന് തകർത്താടുന്നു. എന്ത് സന്തോഷമാണെന്ന് നോക്കിയേ. ഈ സൈഡിലെ ആണുങ്ങളാണ്, ആ വാളിനപ്പുറത്തൊക്കെ സ്പേസ് ഉണ്ട്, അവിടെ ലേഡീസിനൊരു പ്രൈവറ്റ് വാട്ടർഫാൾ കിട്ടും. ഇതിങ്ങനെ ഒഴുകി പോകണം. ഇത് മഴക്കാലമാകുമ്പോൾ ഇതെല്ലാം വാട്ടർഫാൾസായി മാറും കേട്ടോ, എവ്രിവെയർ. വാ, നല്ല ഈ ചൂടത്ത് ഇപ്പോൾ ഒരു 3:30 മണി സമയമായിട്ടുണ്ട്. ഈ ചൂടത്തും നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് വാട്ടർ ബോഡിയുടെ അടുത്തല്ലേ ഞാൻ നിൽക്കുന്നത്. ഞാനെന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല, നമുക്കിനി തിരിച്ചു പോകണ്ടേ, അതുകൊണ്ട് വേണ്ട. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നു, അത് കാണുന്നതിന് ഒരു വലിയ എൻജോയ്മെൻറ്റാണ്. എനിക്ക് ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ. എല്ലാവരും കൂടി കുളിച്ച് തീർക്കുന്നത് എന്ത് സന്തോഷം തോന്നും. അവരെല്ലാം ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഇതിലൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ, അതെല്ലാം എൻജോയ് ചെയ്യുന്നതൊക്കെ. എത്ര സിമ്പിളാണ് ആൾക്കാരുടെ ലൈഫ്. ഞാനിവിടെ സൈഡിൽ നിന്ന് ഇതെല്ലാം ആസ്വദിക്കുന്നു. ഞാനിപ്പോൾ ആണുങ്ങളുടെ കുളിസീൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് താടമായാലും പോവാതെ നോക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് വിശേഷം. ഇവിടെ വന്നാൽ പാപനാശത്തിലെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഈ അഗസ്ത്യാർ ഫോൾസ്. കലക്കാട് മുണ്ടൻതുറൈ ടൈഗർ വൈൽഡ് റിസർവ്. അതിൻ്റെ അകത്ത് ടിക്കറ്റ് എടുത്ത് കയറണം. പാസ് 40 റുപ്പീസാണ് പാസ്. ഇഷ്ടം പോലെ മീൻ, ഇഷ്ടം പോലെ നല്ല മത്സ്യ സമ്പത്താണ് ഞാനിവിടെ കാണുന്നത്. ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു തടാകം പോലെ താഴോട്ട് വന്ന് ഇവിടെ എല്ലാം ഈ പാറ എടുക്കലെല്ലാം നിറഞ്ഞ് കവിഞ്ഞാണ് താഴേക്ക് പോണത്. ഇതിവിടെ കുറച്ച് ഭാഗത്ത് കുറച്ച് ചെറുതായിട്ടൊന്ന് കെട്ടിക്കിടക്കാം, അത് കഴിഞ്ഞിട്ട് ഓവർഫ്ലോ ചെയ്താണ് പോകുന്നത്. ഇവിടെ എല്ലാം നിറയെ മീനുണ്ട്. ഇതാരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ലല്ലോ. കാട്ടിൻ്റെ വന്യതയാണിത്. കാട്ടിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ ആളുകൾ ഓരിയിടുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഈ വാട്ടർഫാൾസിൻ്റെ അവിടെ വന്നിട്ട്. അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടല്ലോ, അവർക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റഡ് ആവും. അല്ലെങ്കിൽ സത്യത്തിൽ ദർ ഇസ് നോ സൗണ്ട് ഇൻ ഫോറസ്റ്റ്.
പീസ്ഫുള്ളാണ്. കാടിൻ്റെ ഒരു ശബ്ദമുണ്ടല്ലോ, ചെറിയ മൃഗങ്ങളുടെയും പിന്നെന്താ പറയുക ചെറിയ ബേർഡ്സിൻ്റെയൊക്കെ ചില ഓട്ട് സൗണ്ട്സ് ഉണ്ട്. അവരുടേതായ പ്രത്യേകതകളാണ് അതെല്ലാം ആസ്വദിച്ച് നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയറിൽ നല്ലൊരു കാറ്റൊക്കെ. വാ, വെള്ളത്തിലും കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു. അതിനെക്കാട്ടി അത്ര തണുപ്പായിരുന്നു ആ വാട്ടർ. നമുക്കറിയാമല്ലോ, ഫീൽ ചെയ്യാം, കുറച്ച് തെറിക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇതിങ്ങനെ ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് പോലെയുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് നടക്കാം. അപ്പോൾ ഇവിടെ വന്നാൽ എന്തൊക്കെ കാണാനുണ്ട് എന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആ മീനിൻ്റെ സംഭവം ഇവിടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഇവിടെ വലിയതൊക്കെ ഉണ്ട്. ഓക്കെ, ബിഗ് വൺസ് ഉണ്ട്, സ്മോൾ ഉണ്ട്, പല റേഞ്ചിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നതും. ഇത് മഴക്കാലമായവന്മാർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുകി ഇവരെല്ലാം ഒഴുകി പോകും. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ രസമല്ലേ? പക്ഷേ ഈ രസം കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താണ് വേണ്ടത്? ആ ഫോൾസിൻ്റെ താഴെ പോയി നിൽക്കണം, എന്നാലല്ലേ ഒരു പൂർത്തിയാവുള്ളൂ. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തത്, യു ഹാവ് ടു ഗോ ആ വാട്ടർഫോൾസിൻ്റെ താഴെ പോയി നിന്ന് ആ തണുത്ത വെള്ളമെല്ലാം ഒഴിച്ച്. കാര്യം ക്യാമറ ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പോസിബിളാണ്. രസമല്ലേ? അതും കൂടി കഴിയുമ്പോൾ രസമായിരിക്കും. ഒരു 4 മണിക്കൂർ ട്രാവൽ ചെയ്യണം ട്രിവാൻഡ്രത്തു നിന്നാണെങ്കിൽ. അത്രയേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. പക്ഷേ ഈ ജേണി ഒരു പാർട്ട് ഓഫ് എ ജേണി ആക്കിയാൽ മതി. തെങ്കാശി അവിടെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരിക. ഓക്കെ, ദാറ്റ് ഈസ് പാപനാശം. ഈ കാണുന്ന പാറക്കൂട്ടങ്ങളൊക്കെ ഇപ്പോൾ ദേ നോക്കിയേ, വെറും പാറക്കൂട്ടങ്ങളായിട്ട് കിടക്കട്ടെ. ഇതിങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ പറയില്ലേ, ഇതിങ്ങനെയൊന്നും അല്ല. മഴക്കാലം ആകുമ്പോൾ ഒരു ട്രാൻസിഷൻ വീഡിയോ ചെയ്ത് നോക്കണം. ഇത് വേനൽക്കാലം, മഴക്കാലം ആകുമ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം വരെ ഉണ്ടാവും വെള്ളം. എന്നെ കുത്തി ഒഴുകുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റില്ല. കുറച്ച് മാറി നിൽക്കേണ്ടി വരും. ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് പോകാൻ പെർമിഷൻ തന്നെ കിട്ടണമെന്നില്ല. പക്ഷെ മഴക്കാലം കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് നിറയെ വെള്ളമുള്ള സമയത്ത് വന്നാൽ രസമായിരിക്കും. കാട്ടിൻ്റെ വന്യതയിലിരിക്കും. നോക്കി, നല്ലൊരു ആൽമരം. ഇറ്റ്സ് എ ബിഗ് ബാനിയൻ ട്രീ. അതിൻ്റെ താഴെ ഈ സിമെൻറ്റ് ബെഞ്ചൊക്കെ പകുതി പോയി കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ ഒടിഞ്ഞു പോയി. ആൾക്കാർ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിലും പോകും. ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടും. അപ്പോൾ നമുക്കൊരു ശ്വാസം മുട്ടലൊക്കെ തോന്നുകയാണെങ്കിൽ ഇരിക്കുന്നത് ഏറ്റവും നല്ലത്. നല്ല ഓക്സിജൻ നമുക്ക് കിട്ടും. സത്യം കേട്ടോ, എനിക്കിവിടെ ഇരുന്നപ്പോൾ നല്ലൊരു ശ്വാസമൊക്കെ നല്ല കുറേ കൂടെ സെറ്റ്. ഞാൻ പടി കയറി കിതച്ചിട്ടാണ് മുകളിലേക്ക് കയറി. പക്ഷെ ഇവിടെ ഇരുന്നപ്പോൾ കൂൾ നമ്മളൊരു ഓക്സിജൻ തന്ന പോലെ ഉണ്ട് മാസ്ക് വെച്ചിട്ട്. എടാ പാവം, താങ്ക് യു മരമേ. ഇത് പേരാലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേരാൽ ഇലയിൽ വ്യത്യാസമുണ്ട്. ഐ തിങ്ക് സോ. എനിക്ക് തെറ്റ് പറ്റിയതാണോ എന്നറിയില്ല, കറക്റ്റ് ചെയ്യുക. ഇത് വലുതാണ്, ഇത്രയും വലിയ. ശരിക്കും പറഞ്ഞാൽ ബനിയൻ ട്രീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തണൽ തരുന്നത്, ഓക്സിജൻ തരുന്നത്. എന്ത് നല്ലതല്ലേ? മനുഷ്യന് ഏറ്റവും വേണ്ട കാര്യമാണത്. ആൺ പീക്കോക്കാണ് കേട്ടോ. അത് പീലി വിടർത്തുമായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ സൈറ്റായിരുന്നു. വാവ്, അവനിങ്ങനെ കൊത്തിപ്പറക്കി ഇരിക്കുന്നേ ഉള്ളൂ. റെസ്റ്റിങ്ങാണ്. ആനന്ദ നടനമാകുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ മീറ്റിംഗ് ടൈമിലൊക്കെ ഫീമെയിൽസിനെ കാണിക്കാനാണ് ഇങ്ങനെ ആനന്ദ നൃത്തമൊക്കെ കാണുന്നത്. പീലിയൊക്കെ അതിൻ്റെ സൗന്ദര്യം കാണിക്കുന്നത്. ഇപ്പോൾ അത് മര്യാദയ്ക്ക് ഒതുങ്ങിയിരിക്കുവാണ്. ആഹാ, എന്താ കളറല്ലേ പീക്കോക്കിൻ്റെ എല്ലാം. ഒരു ഗ്രീൻ ബ്ലൂ വെച്ചിട്ട് ഇതെല്ലാം ബേർഡ്സിൻ്റെ അങ്ങനെ ചെറിയ ചെർപ്പിങ് സൗണ്ട്സാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത്. ഇവിടെ വരുമ്പോൾ കാടിനകത്ത് കയറുമ്പോൾ കേൾക്കുന്ന ഒരു സ്പെഷ്യൽ സൗണ്ട്. എന്തൊക്കെ ഉണ്ടാവോ? പാമ്പ് കാണും, കീരി കാണും. കീരി പോയി. കരിയിലുണ്ട് ഇഷ്ടം പോലെ. അയ്യോ, ഇവനെ കണ്ടിട്ട് ഇങ്ങനെ കാണാതെ പോകുന്നേ. വാവ്, നോക്കിയേ. അഗസ്ത്യാർ ഫോൾസിൻ്റെ അടുത്തായിട്ട് ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ കാട്ടിനകത്തൊരു പീക്കോക്ക്, സുന്ദരൻ. ഓക്കെ, അവനവിടെ ഇരിക്കട്ടെ. കാട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത വീട്. ഇത് അവരുടെ വീടാണ്. ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ റെപ്റ്റൈൽസിൻ്റെയും. നമ്മളാണ് ഇൻട്രൂഡേഴ്സ്. മൃഗങ്ങൾ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കില്ലേ, ഭയങ്കരമായിട്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യും. അതുപോലെ തിരിച്ചു ആകാം, മര്യാദയ്ക്ക് നടക്കുക, അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട്. എൻട്രൻസിൽ അഗസ്ത്യാർ മുനിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ടെമ്പിളുണ്ട്. മുരുക ക്ഷേത്രമാണ് ഇവിടെ. അതിനോട് ചേർന്ന് കുറച്ച് ഇപ്പുറത്തായിട്ട് ഒരു പുറ്റുണ്ട്. അതായത് സ്നേക്ക്, പാമ്പിൻ്റെ പുറ്റ്. അവിടെ നാഗരാജാവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലെയാണ്. അതൊരു പ്രാർത്ഥനാ സ്ഥലമാണ്. അതിനകത്ത് പാമ്പുണ്ടെന്നാണ് പറയുന്നത്. അവിടെയും കൂടി പോയി നോക്കി വെച്ച് വരാം. ഇവിടെ ചെറിയ സ്നാക്സ്, വട, അങ്ങനത്തെ കാര്യങ്ങൾ, ചായ കിട്ടുന്ന ചെറിയ 2 കടകളുണ്ട്. അവിടെ ഒരു ക്ഷേത്രം പോലെയാണ്. അവിടെ വിളക്ക് കത്തിക്കുന്ന രീതി ഉണ്ടെന്ന് തോന്നുന്നു. പ്രാർത്ഥിക്കും ആൾക്കാർ അവിടെ വന്നിട്ട്. ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പുറ്റാണ്.
നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയാണ്, കണ്ടല്ലോ അവിടെ. അതിൻ്റെ ബാക്കിലായിട്ടാണ് പുറ്റ. അതിനകത്ത് പാമ്പ് നാഗരാജാവ് ഭഗവാൻ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞാണ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോവാം. ഫ്രണ്ടിൽ നാഗരാജാവിൻ്റെ 2 ചെറിയ വിഗ്രഹം കല്ലിൽ വെച്ചിട്ടുണ്ട്. വിളക്ക് കത്തിക്കാനായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ബാക്കിലായിട്ട് റിയൽ പുറ്റ അതിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ആൾക്കാർ കാണാറുണ്ടെന്നാണ് പറയുന്നത്.